പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു RGB ഫ്ലാഷറാണ്. ബസ്സുകളുടെയൊക്കെ നെയിം ബോർഡിന് വേണ്ടിയിട്ട് RGB ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്ന RGB ഫ്ലാഷർ. ഈ ഒരു RGB ഫ്ലാഷറിനകത്ത് RGB സ്ട്രിപ്പ് കൂടാതെ വൈറ്റോ റെഡോ നമുക്കിഷ്ടപ്പെട്ട ഒരു സിംഗിൾ കളറിലെ LED കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് RGBയുടെ സ്ട്രിപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ RGBയുടെ 3 LED മൊഡ്യൂൾ ഉപയോഗിക്കാം. സിംഗിൾ കളറിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3 ഡോട്ട് മൊഡ്യൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഈ സ്ട്രിപ്പുകളൊക്കെ തന്നെ എങ്ങനെയാണ് ഈ ഒരു കൺട്രോളറുമായി കണക്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ ഫങ്ഷനുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുമാണ് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ഈ ഒരു വീഡിയോയുടെ കണക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. ഇവിടെ നമുക്ക് 6GB എന്ന് പറഞ്ഞിട്ടുള്ള 3 ടെർമിനൽ കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മളുടെ RGB സ്ട്രിപ്പിനകത്തും 3 കളറിലുള്ള വയറുണ്ടാവും, റെഡ്, ഗ്രീന്, ബ്ലൂ. അത് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെർമിനലിൽ ലൂസ് ചെയ്തിട്ട് അവിടെ ആയിട്ട് കൊടുക്കും. RGB LEDയുടെ ടെർമിനൽ 3ഉം ഇവിടെ കൊടുത്ത ശേഷം ആ ഒരു RGBയുടെ പോസിറ്റീവ് ഒന്ന് കൊടുക്കേണ്ടുന്നത് ഈ ചാനൽ 1 എന്ന് കാണിക്കുന്നിടത്താണ് പോസിറ്റീവ്. ഇനിയുള്ള അടുത്തൊരു LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കളർ LED ആണ്. സിംഗിൾ കളർ LEDയുടെ പോസിറ്റീവ് ചാനൽ 2ലും നെഗറ്റീവ് ഈ ഒരു നെഗറ്റീവിലുമാണ് കൊടുക്കേണ്ടത്. പിന്നീടുള്ള പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ 12 വോൾട്ട് DC ആണ്. അത് ഇവിടെ നമ്മൾ 12 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ നമ്മൾ കൊടുക്കണം. നെഗറ്റീവിൻ്റെ അവിടെ നമ്മൾ നെഗറ്റീവും കൊടുക്കണം. ഈ കാണുന്നത് ഒരു വൈഫൈ കൺട്രോളറാണ്. ബ്ലൂടൂത്ത് ഓപ്ഷൻ, വൈഫൈ ഓപ്ഷൻ ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു കൺട്രോളർ മാജിക് ഹോംസ് എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ളത് 30 ആംപിയറിൻ്റെ റിലേ ആണ്. അപ്പോൾ ഓരോ ചാനലിലും നമുക്ക് 30 ആംപിയർ വരെ ലോഡ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഗതി നമുക്ക് വർക്ക് ചെയ്യിച്ചിട്ട് ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓണാക്കാം. ഇത് ജസ്റ്റ് ഓണായി കഴിയുമ്പോഴത്തേക്കും ഒരു ചാനൽ വർക്ക് ചെയ്യും. അതായത് നമ്മൾ സിംഗിൾ കളറിൽ ഒരെണ്ണം വർക്കാവുകയാണ് ചെയ്യുക. ഇനി ഒന്നുകൂടെ ഇത് ഓഫാക്കി ഓണാക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഗ്രീൻ കളറാണ്. കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ പതുക്കെ ഇങ്ങനെ മോഡ് മാറി മാറി വരും. ഇനി ഇത് ഒന്നുകൂടെ കളറ് ഓഫ് ചെയ്ത് ഓണാക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു നെയിം ബോർഡിൻ്റെ ഫങ്ഷൻ്റെ രീതിയിൽ പടപടാന്ന് ഇത് മാറുന്നത്. ഇങ്ങനെ ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പുറത്തെ ആ ഒരു RGBയിൽ കളറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ഫങ്ഷൻ നിങ്ങളുടെ വണ്ടികളിലൊക്കെ നെയിം ബോർഡിനകത്ത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കൺട്രോളർ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺട്രോളർ LED, അതിൻ്റെ സിംഗിൾ കളർ LED എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റൊക്കെ കൊറിയറായിട്ട് അയച്ചു തരാൻ കഴിയുന്നതാണ്. നേരിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ കൊല്ലം കുണ്ട്രയിലുള്ള നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. കൊറിയറായിട്ട് ഇത് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത ദിവസം ഇത് കൊറിയറായിട്ട് കിട്ടുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് ഫങ്ഷൻസ്, ഒരു 10, 12, 15ഓളം ഫങ്ഷൻസ് മാറി മാറി വരുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് ചെയ്താലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഓട്ടോമൊബൈൽ, ഓട്ടോ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവർക്കും ഇത് മാക്സിമം വർക്ക് കിട്ടിയിട്ട് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും.